സംഗതി സൈക്കോസിസിൽ നിന്ന് ന്യൂറോസിസിലേക്ക് കടന്നു. കാശ് കിട്ടിയിരുന്നെങ്കിൽ അലക്സ്, ഞാൻ നാളെ കാലത്ത് തന്നെ ഇവിടെ എത്തിക്കാം. ഇന്ന് എന്നെ പറ്റുമെന്ന് നോക്ക്. ഇന്നിപ്പോ ഇനി എവിടെ കിട്ടിയിരുന്നെങ്കിൽ നോക്കട്ടെ. ഓക്കെ. ഈ അവീതം പുറത്തായത് നന്നായി. അതിന്റെ പേരിൽ പുള്ളി രണ്ടും കൂടി കൂട്ടി തരാന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ ഒന്ന് കൊടുത്താലേ. ഈ നേരത്തെ എങ്ങനെയാണ് നിനക്കിങ്ങനെ വിലവേശം പറ്റുന്നത്? ഇന്ന് ആണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റോഹന്റെ മുഖത്തൊന്നും നോക്കാൻ കൂടി പറ്റാതെ. ഓ, അപ്പൊ നീ നല്ലവരും ഞാൻ വില്ലനുമായല്ലേ? ഈ നാണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് പരമാവധി കാശ് ഞാൻ വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നത്. നാണക്കേട് മാത്രമല്ല, ഈ കെട്ട് നടക്കുന്നതിന് വേണ്ടി ഒരു കൊലപാതകവും ഞാൻ ചെയ്തു. അതിൻ്റെ എല്ലാം ചേർത്ത് വാങ്ങിച്ചിട്ട് ഞാൻ മതിയാക്കും. മോനെ റോഹ, നിന്റെ മാനസികാവസ്ഥ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അതെ, നിലനിൽപ്പിന് വേണ്ടി മാത്രം തൽക്കാലം ഒരു നാടൻ കളിക്കുന്നത് വിചാരിച്ചാൽ മതി. നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ എവക്ക് വട്ടാണെന്ന് പറഞ്ഞ് നമുക്കങ്ങ് ഒഴിവാക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പെർഫോമൻസ് കണ്ടതുകൊണ്ട് വർക്കിച്ചിന് നിഷേധിക്കാനും പറ്റത്തില്ല. അത് കഴിയുമ്പോൾ അച്ഛനാ പറയുന്നത്, നല്ല അടിപൊളി സൂപ്പർ പെണ്ണിനെ മോനി ഞാൻ ഒപ്പിച്ചു വരും. അതുവരെ ഒന്ന് കൂടെ നിന്നേ പറ്റൂ, പ്ലീസ്. എന്തിനാ ഒന്ന് ചേച്ചി. പാട്ട് നിർത്തി എല്ലാത്തിനും ഞാൻ ശരിയാക്കും. പാട്ട് വിളിയാടോ. Hi, Linda. Hi, Dr. Uncle. Come, let's dance. Come, come, come. Come. ദൈവത്തെ ഓർത്ത് താഴെ എറിഞ്ഞു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഓ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അതാ നന്നായിട്ട് ഡാൻസ് കളിക്കാം. വർക്കിച്ചാ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ ചെയ്യാം? പാട്ട് നിർത്തണോ? പാട്ട് പ്ലേ ചെയ്യാ. മമ്മി പാട്ട് പ്ലേ ചെയ്യാൻ പറ. മതി മതി, വാ ഇറങ്ങ. കൈ വിടടാ പട്ടി. ഓ, എണേ പറഞ്ഞപ്പോ നൊന്തല്ലേ? അല്ല, ഞാൻ കൊറേ നാളെ ചോദിക്കണം വിചാരിക്കാം. കിളി പോലത്തെ പയ്യന്മാരെ കിട്ടുമല്ലോ. പിന്നെ ഈ കണ്ടമൃഗത്തിനെ കണ്ടുള്ളൂ. പാട്ട് തുറക്കണോ? ഓ, നാണക്കേട്. ഈ ഡാൻസ് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ അവളോട് ആ തുണിയെങ്കിലും താഴ്ത്തിയിടാൻ പറ. അപ്പാപ്പൻ പറഞ്ഞത് കേട്ടില്ലേ? തുണി താഴ്ത്തിയിടാൻ. ഓ പിന്നെ ഇതൊക്കെ അപ്പാപ്പൻ എത്ര കണ്ടിട്ടുള്ളതാ? ഈ അപ്പാപ്പൻ ഭയങ്കര വള്ളനാ. കൊച്ചിലി ഉണ്ടല്ലോ, എന്നെ പാർട്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെ അപ്പാപ്പന് നാണം വരുന്നു. അപ്പാപ്പൻ വിഷമിക്കണ്ട. അപ്പാപ്പൻ എന്താ വേണമെന്ന് എനിക്കറിയാം. തുണി നേരെ കൊറേ നേരായി മാറാ. എന്ത് വർക്കിച്ചാ, ഈ ചതി കുടുംബത്തോട് വേണ്ടിയിരുന്നില്ല. അത് നിങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. പക്ഷെ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വന്ന് കിടപ്പിലായതുകൊണ്ട് മരുവളുടെ നഗ്നതാ പ്രദർശനം കാണാണ്ട് വന്നില്ല. ഡോ വർക്കിച്ച, താൻ തന്റെ ആളുകളെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഈ ബന്ധം ഒഴിയാം. കയ്യിലെവിടാണ് കേട്ടവനെ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഉമ്മൻകോശി, ഈ വീട്ടിലെ മരുവൻ, ഒരേ ഒരു മരുമോൻ. ഇത്ര നാറിയ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഡറോയ്, നീ ആളിനെ എത്ര വാങ്ങിച്ചെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തേ. അയ്യോ ഉമ്മച്ചാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾക്ക് ചെറിയൊരു അസുഖമുള്ളൂ, അതിന്റെ. ഇത് ഡോക്ടർ ജോസ്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ. പറയുന്നത് കെട്ട് കഴിഞ്ഞാൽ അല്ലാതെ ശരിയാവുന്ന. അത് ശരിയാ, കെട്ട് കഴിഞ്ഞാ ചിലപ്പോ അവളുടെ കാമഭ്രാന്ത് മാറും. പക്ഷെ ബാക്കിയുള്ള വട്ടി ഇതുപോലെ തന്നെ നിൽക്കും.
അതെ വർക്കിച്ചാ സമയം കളയണ്ട തയ്യാറങ്ങാൻ നോക്ക്. റോയ് റോയ് കൈവിട്ട് പോയി ഓർക്കിച്ച. അലക്സ് പ്ലീസ്. എന്ത് ചെയ്യാൻ ഞങ്ങൾ ഉമ്മച്ചാ. ചെയ്തേ പറ്റൂ. ഉമ്മച്ചാ, എന്നാ ചെയ്യാൻ അലക്സ്? ദയവ് ചെയ്ത് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ ജീവിതം തകർന്നോട്ടേന്ന്. എടോ വർക്കിച്ച, കാശ് മാത്രം ഉണ്ടായാ പോരാ, ഒരല്പം അന്തസ്സും കൂടി വേണം. അതിനെ നല്ല തന്തയ്ക്ക് ജനിക്കണം. അയ്യോ അമ്മോ ഏയ് ഈശോയേ മരിച്ചില്ലേ? മോനെ 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 എന്റെ എന്റെ മോനെ ഇവിടെ മോനെ മോനെ നിന്നെ കാണാൻ വന്നപ്പോ ഇവന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ നോക്കിയടാ. ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ അപ്പനാടാ. മേരിക്കുട്ടി ചേട്ടേ മേരിക്കുട്ടി മേരിക്കുട്ടി ഒളിച്ചു നിക്കല്ലേ. മേരിക്കുട്ടി ഒന്ന് മാറിയേ. മേരിക്കുട്ടി പറ പ്ലീസ്. എന്റെ നിന്റെ മോനാണ് അവനൊന്ന് പറ മേരിക്കുട്ടി. അവന്റെ അപ്പത്തിനാണ് ഞാനൊന്ന് പറ മേരിക്കുട്ടി. ഇത് നമ്മുടെ പഴയ സേവിറച്ചനല്ലയോ? യു ഗോട്ട് ഇറ്റ്. ഏത് പണ്ട് മേടയിൽ വെച്ച് നമ്മൾ കൈയോട് പിടിച്ച സേവിയർ. ഇയാളും മേരിക്കുട്ടിയും തമ്മിൽ പല പല കുശുകുശുപ്പുകളും നടന്നതായി കേട്ടിട്ടുണ്ട്. തന്നോട് കൂടി ചോദിച്ചിട്ടല്ലോ ഞാൻ ഈ കുടുംബത്തിൽ പെണ്ണെടുത്ത്. അന്നും താനിത് പറഞ്ഞില്ലല്ലോ. അത് നാണക്കേട്. എടോ ഉമ്മച്ച, എല്ലായിടത്തെയും പോലെ എന്റെ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്റെ കൂടെ വന്ന ഇവരൊക്കെ ഇല്ലേ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാ. പല തന്തയ്ക്ക് പറഞ്ഞവരത്തിനെ കേട്ടിട്ട് ഗതികേടൊന്നേ എന്റെ മോക്കില്ല. ഞങ്ങൾ ഈ ബന്ധം വിടാ. എടി വാടി പോകാം. നിങ്ങൾ പോകരുത് പ്ലീസ്. എന്നാ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ദൈവത്തെ ഓർത്ത് എനിക്കൊന്നും എന്നാ കേൾക്കണ്ട. വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. പറഞ്ഞില്ലേ? അല്ല പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട പറഞ്ഞില്ലേ? ഇന്നത്തോടെ തീർന്നു ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. പിന്നെ ഞാനൊരു സത്യക്രിസ്ത്യനായോണ്ട് നിങ്ങളുടെ മോളെ ഞാൻ ഉപേക്ഷിക്കണില്ല. ഇനി ഒരു നിമിഷം കൂടി ഞാനിവിടെ നിന്നാ ചിലപ്പോ ഞാനും നാറും. അങ്കിൾ അങ്കിൾ ദാ ലിസി ആൻറ്റി. ഞാനുള്ളപ്പിങ്ങനെ ഞാനില്ലാത്തപ്പോഴാ ഞാൻ എന്തിന്റെ കുറവ് വെച്ചിട്ടടി. ഇത് ഞാൻ എന്റെ ഭാര്യ തമ്മിലുള്ള കാര്യം പറയാൻ. ഉമ്മച്ച നിർത്ത്. ലിസി വിട്. കൊണ്ടുവെക്കോ. എനിക്കൊന്നും വേണ്ട ഇനി. ഉമ്മച്ച കുറച്ചു നേരത്തെ സത്യക്രിസ്ത്യാനി ആണെന്നല്ലേ പറഞ്ഞത്? നല്ല സമയത്തും ചീത്ത സമയത്തും ക്രിസ്ത്യൻ ദമ്പതികൾ കൂടെ ഉണ്ടാകുമെന്നല്ലേ അന്യോന്യം പറയാറുള്ളത്? കഞ്ചാവ് വലിച്ച് കിളി പോയി നടക്കണം. തന്നെ പോലെയല്ല ഞാൻ. ഞാൻ ചോര നീരുള്ള ഒരാണാ. എനിക്ക് തന്നാ ഞാനും നോക്കും. വേദന സഹിക്കാൻ കഴിയുന്നവനാണ്, ക്ഷമിക്കാൻ കഴിയുന്നവനാണ്. അല്ലാതെ ഭാര്യയെ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും തല്ലുന്നവനല്ല. റോഹ, ശരീരത്തിന് അസുഖം വരുന്നത് പോലെ മനസ്സിനും അസുഖം വരും. അത് ചികിത്സിച്ചാൽ മാറുകയും ചെയ്യും. അസുഖം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ലിൻഡയുടെ ഹിസ്റ്ററി ഒട്ട് ശരിയല്ല. എൻ്റെ റോഹ, പ്യൂബർട്ടി ആയാലുടനെ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഇത് പഴയ കാലമൊന്നുമല്ലല്ലോ. അപ്പോ ഈ ഹോർമോൺസ് ഒക്കെ വെറുതെ ഇരിക്കുമോ? അതതിന്റെ പണി ചെയ്യില്ലേ? നീ പഠിച്ച ആളല്ലേ, എന്നിട്ടും എന്തിന് എത്ര സില്ലിയായ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്? കമോൺ, ഗ്രോ അപ്പ് മാൻ.
വർക്കിച്ച, എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ആരെയും വിധിക്കരുതെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാ? പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കല്ലെറിയട്ടെ.